ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ നീറ്റ് വന്നപ്പോൾ തന്നെ കണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ അവരുടെ കുട്ടിയുടെ കാതുകുത്താണ്. അപ്പോൾ ഇവിടെ കാതുകുത്ത് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലിയ ഫംഗ്ഷനൊക്കെയാണ്. അപ്പോൾ അവരിതാ ഇങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് ഇങ്ങനെയാണ് കേട്ടോ. കുറേ കാര്യങ്ങൾ കയ്യിലും പിടിച്ചിട്ടുണ്ടാവും, സ്വീറ്റ്സ് അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ വണ്ടിയിലും കൊണ്ടുപോകാൻ കേട്ടോ. അടിപൊളി ഫംഗ്ഷനായിരുന്നു. അപ്പോൾ ഇതും കണ്ടുകൊണ്ടാണ് എണീറ്റ് വന്നത് കേട്ടോ. അപ്പോൾ സൺഡേ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, രാവിലെ സ്കൂളിലേക്ക് പോണതിൻ്റെ ധൃതിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. റിലാക്സ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ദിവസമാണ് സൺഡേ. ചില സാറ്റർഡേയ്സിൽ ക്ലാസ് ഉള്ള കാരണം സാറ്റർഡേ കൂട്ടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഉച്ചത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ചിക്കൻ മേടിച്ച് കൊണ്ടിട്ട് ഞാനൊരു ഗ്രേവി പോലെ വെച്ചു. ഒരു സ്പെഷ്യൽ മസാല, ഒരു ആനന്ദ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഒരു സ്പെഷ്യൽ ഗ്രേവി മസാല കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഞാൻ അതാണ് സൺഡേ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതൊരു വെജിറ്റബിൾ കറി ആയിട്ട് ഞാൻ പരിപ്പും തക്കാളിയും കൂടി ഉണ്ടാക്കി. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് പരിപ്പും തക്കാളി. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടാണ്. പിന്നെ ഉപ്പേരി ആയിട്ട് ഉണ്ടാക്കിയത് പയറാണ്. പയറൊരു ഉപ്പേരി, തട്ടപ്പയറുണ്ടല്ലോ, അത് വെറുതെ കുത്തിക്കാച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇനിയും ആ മസാല വെച്ച് ട്രൈ ചെയ്യും കേട്ടോ, കാരണം അത്ര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ പപ്പടം വറുത്തു, കൊണ്ടാട്ടമുളക് വറുത്തു. ഒരു സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചായിരുന്നു. ചിക്കൻ മാത്രം ഒരു എക്സ്ട്രാ ഉണ്ടായിരുന്നു മാത്രം, ബാക്കിയൊക്കെ സിമ്പിളായിരുന്നു കേട്ടോ. ലഞ്ചൊക്കെ പെട്ടെന്നായിട്ടോ. 12 മണിക്ക് ആയപ്പോഴേക്കും എല്ലാ പണികളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും പെട്ടെന്നൊരു പൂതി തോന്നി കൊള്ളിയും ചിക്കനും കഴിക്കാൻ. ചിക്കൻ ഗ്രേവി ഓൾറെഡി ഉണ്ടല്ലോ, കൊള്ളി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊള്ളിയും ചിക്കനും കൂടി ഉണ്ടാക്കാമെന്ന്, ഒരു കൊള്ളി ഉപ്പുമാവ് സ്റ്റൈലിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഫിഷ് കറിയുടെ കൂടെയാണ് അമ്മ ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്ക് ഫിഷ് കറി ഇല്ല, ചിക്കൻ കൂട്ടി കഴിക്കാനുള്ള കൊതി കാരണമാണ് ഞാൻ മെയിനായിട്ട് ഇത് ഉണ്ടാക്കിയിട്ട്. എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ കോയമ്പത്തൂർ നല്ല കൊള്ളി കിട്ടും. 1.5 കിലോ 50 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത് കേട്ടോ. അടിപൊളി കൊള്ളിയാണ്. ഒരേ ഒരു വിസിലടിച്ചാൽ മതി, അല്ലെങ്കിൽ വിസിലടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത്രയ്ക്കും അടിപൊളി കൊള്ളിയാണ്. അപ്പോൾ ഞാൻ അതാണ് മേടിച്ചത്. സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ജസ്റ്റ് അത് നമ്മൾ നന്നായിട്ട് തൊലി കളഞ്ഞ് അത് ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് വിസിലടിക്കാം. മഞ്ഞപ്പൊടി ഒന്നും ഇടണ്ട, ഉപ്പ് മാത്രം ഇട്ടിട്ട് വിസിലടിച്ചാൽ മതി. എൻ്റെ പുള്ളിക്ക് എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 3 ദിവസം പുറത്ത് വെച്ച് പോയി. ഇതിൻ്റെ കാര്യം ഞാൻ മറന്നു പോയിട്ട്, അത് കാരണം ചെറിയൊരു കളർ ചേഞ്ച് പോലെ ഉണ്ടായിരുന്നു. ഓവറോൾ പക്ഷേ ടേസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ വെന്ത കൊള്ളിയിലേക്ക് നമുക്ക് ഒന്നുമില്ല, കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത് കാച്ചി ഒഴിക്കുക. പിന്നെ കുറച്ച് നാളികേരം ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് മാഷ് ചെയ്യുക. വല്ലാണ്ട് മാഷ് ചെയ്യണം. എനിക്ക് ഭയങ്കരമായിട്ട് കുഴമ്പ് രൂപത്തിലിരിക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് ജസ്റ്റ് ഒന്ന് നല്ല ഇതായിട്ടിരിക്കണം, ഒരു സോളിഡ് ഫോമിൽ ഇരിക്കണമെന്നാണ് എനിക്കിഷ്ടം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിക്കണം കേട്ടോ. ഇത് വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. മീൻകറിയുടെ കൂടെ കഴിക്കാനും ടേസ്റ്റാണ്. ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാൻ അതിലും ടേസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ യൂഷ്വൽ ഉള്ളി ചമ്മന്തി ഉണ്ടല്ലോ, ഉള്ളി, വെളിച്ചെണ്ണ, പച്ചമുളകൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ചമ്മന്തി, അതായാലും സൂപ്പറായിരിക്കും. അപ്പോൾ ഇതെൻ്റെ ഒരു കൊതിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. കുറച്ച് നാളായി ഉള്ളിയും ചിക്കനും കഴിക്കാനുള്ള ഒരു ആഗ്രഹം തോന്നിയിട്ട്. ഞാൻ ബീഫൊന്നും കഴിക്കില്ല. അപ്പോൾ ഇത് കുറേ നാളായി വിചാരിച്ചിട്ട് അടിപൊളി ചൂടോടെയുള്ള കപ്പ, അതായത് കൊള്ളി ഉപ്പുമാവും പിന്നെ എൻ്റെ ചിക്കൻ ഗ്രേവിയും അടിപൊളി കോമ്പിനേഷനായിരുന്നു കേട്ടോ. സൂപ്പർ കോമ്പിനേഷനായിരുന്നു. എന്തായാലും ഇനിയും ട്രൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു 5 o'clock ഒക്കെ ആയപ്പോൾ മുടി വെട്ടിക്കാൻ കൊണ്ടുപോയി കേട്ടോ. മോൻ്റെ മുടി വെട്ടിക്കാൻ കൊണ്ടുപോയി. 2 പേരും മുടി വെട്ടിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊന്ന് ഹെയർ കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ചേട്ടൻ സൂപ്പറായിട്ടൊരു വെറൈറ്റി സ്റ്റൈലിലൊക്കെ വെട്ടി തന്നു. സൈഡിൽ എന്താ പറയുക, സ്പെഷ്യൽ കട്ടൊക്കെ ചെയ്തിട്ട് സൂപ്പറാക്കി തന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു സൺഡേ വിശേഷങ്ങൾ. ഒരു ചെറിയ 4 മിനിറ്റ് വ്ളോഗാണ്. ഇനി അടുത്ത ദിവസത്തെ വിശേഷമായിട്ട് കാണാം കേട്ടോ.